ചില ത്യാഗങ്ങളാണ് നമ്മെ ഉന്നതിയിലെത്തിക്കുന്നത്, നമ്മെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് എത്തിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാകുമോ? ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനവും നമ്മെ ഉന്നതിയിലെത്തിക്കണമെങ്കിൽ അതിൽ ത്യാഗവും കൂടി ഉണ്ടാവണം. വെറുതെ ചിന്തയില്ലാതെ എന്തെങ്കിലും ചെയ്താൽ അത് എവിടെയും എത്തുകയില്ല. നമുക്കൊരു പഴയ കഥയിലൂടെ പോയാലോ? ഞാൻ പറഞ്ഞു തരുന്ന കഥ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റി മറിക്കും, അത് തീർച്ചയാണ്. ലോകത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുത പ്രതിഭ നിർമ്മിക്കാൻ വേണ്ടി ഒരു യുവാവ് ഇറങ്ങിപ്പുറപ്പെടുകയാണ്. അവൻ മലകളും കുന്നുകളും നദികളും താണ്ടി പല കല്ലുകളും അന്വേഷിച്ചു. നല്ല ദൃഢതയുള്ള കാഠിന്യമുള്ള ഒരു കല്ല് കണ്ടെത്താൻ വേണ്ടി അവൻ തിരഞ്ഞു അവസാനം അവൻ കണ്ടുപിടിച്ചു ഒരു മലയുടെ മുകളിൽ ഒരു കല്ല്. അവൻ ചുറ്റികയും ആയുധവും എടുത്ത് അതിനെ അടിക്കാൻ തുടങ്ങി. ആ സമയത്ത് കല്ല് കരയുകയാണ്, എന്നെ അടിക്കല്ലേ, എന്നെ വേദനിപ്പിക്കല്ലേ. ശില്പിയായ ഈ ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു സാധാരണ കല്ലായി എന്നും നിലനിൽക്കാനാണോ താല്പര്യം? എങ്കിൽ നീ ഇവിടെ കടന്നോളൂ. അല്ലെങ്കിൽ കുറച്ച് വേദന സഹിച്ചാൽ ലോകം നിന്നെ വണങ്ങുന്ന ഒരു ദൈവമാക്കി ഞാൻ നിന്നെ മാറ്റാം. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആ കല്ല് ഒരു മനോഹരമായ ശില്പമായി മാറി. ഇന്ന് ആ ശില്പിയെ ആരും ഓർക്കുന്നില്ല, പക്ഷേ ആ ശില്പം ഇന്നും അത്ഭുതകരമായി നിലനിൽക്കുന്നു. എല്ലാവരും അതിൻ്റെ മുമ്പിൽ വന്ന് വണങ്ങുകയും അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ആ കല്ലിനെ പോലെ നിലവിളിക്കാറുണ്ട്. എന്നാൽ ആ വേദനയാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. നമ്മിലെ ശില്പി നമ്മുടെ മനസ്സ് തന്നെയാണ്. ഈ കഥ നൽകുന്ന സന്ദേശം, ഇന്നത്തെ വേദന നാളത്തെ വിജയത്തിൻ്റെ അടയാളമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനയും നാളത്തെ നിങ്ങളുടെ വിജയത്തിൻ്റെയും ഉന്നതിയുടെയും അടയാളങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ത്യാഗം സഹിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ തളർന്നു പോകുന്നവർക്ക് ഒരു പുതിയ ഊർജം നൽകുന്ന ഈ നാടോടി കഥ പ്രതിസന്ധികളെ എങ്ങനെ വിജയമായി മാറ്റാം എന്ന് ഈ ശില്പിയുടെ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും എനിക്ക് പ്രചോദനമാകുമെന്നതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്നും അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നിങ്ങളെ എന്താണ് പഠിപ്പിച്ചത്? താഴെ കമൻറ്റ് ചെയ്യൂ. ഏറ്റവും നല്ല മറുപടി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.